ടെലിഗ്രാം ആപ്ലിക്കേഷൻ പലരും ഉപയോഗിക്കുന്നത് സിനിമകൾ ഡൗൺലോഡ് ചെയ്യാനായിരിക്കും. പലതരം ആവശ്യങ്ങൾക്കായിട്ട് പല ആപ്ലിക്കേഷനുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ടെലിഗ്രാമിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന് പകരമായിട്ട് ഈ ഒരു ടെലിഗ്രാമിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന വലതുവശത്തുള്ള ഈ ഒരു സെർച്ച് ബാറിൻ്റെ അകത്ത് ഓപ്പൺ ഇൻ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ആദ്യം കാണുന്ന ഓപ്പൺ ഇൻ വാട്സപ്പ് എന്നുള്ള ബോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാത്ത കോൺടാക്റ്റിലേക്കാണ് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന മെസ്സേജ് എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൺട്രി കോഡ് മസ്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്തിരിക്കണം. അതായത് ഇന്ത്യയുടെ കൺട്രി കോഡ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും +91 എന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നമ്പറിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷമാണ് നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. ഇതുപോലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു ഏറോ ബട്ടൺ അമർത്തുക. ശേഷം താഴെയായിട്ട് കാണാൻ സാധിക്കും ഓപ്പൺ ചാറ്റ്. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. ശേഷം വലതുവശത്ത് കാണുന്ന ഓപ്പൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്പറിലുള്ള ആളുമായിട്ട് നമുക്ക് ഇതുപോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ടെലിഗ്രാമിൽ സെർച്ച് ബാറിൻ്റെ അകത്ത് ഫയൽ കൺവേർട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ഫയൽ കൺവേർട്ടർ എന്നുള്ള ഈ ഒരു ബോട്ടിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. ഫോട്ടോസും വീഡിയോസും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആപ്ലിക്കേഷനും ഉപയോഗിക്കാറുണ്ട്. JPG ഫയലാക്കാനും PNG ഫയലാക്കാനും അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ MP4ഉം AV ഒക്കെ ഫയലാക്കാനൊക്കെ നമ്മൾ പല ആപ്ലിക്കേഷനുകളും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ അതൊന്നും ഇനി ആവശ്യമില്ല. നമ്മുടെ ടെലിഗ്രാമിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, താഴെയായിട്ട് വലതുവശത്ത് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് നമ്മുടെ ഗാലറിയിലേക്ക് പ്രവേശിക്കാനും രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഒരു മൈക്കിൻ്റെ ഐക്കണും കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഈ ഒരു ഗാലറിയിലേക്ക് പോകാനുള്ള ഈ ഒരു ഐക്കനാണ്. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാതെ ഇവിടെ നിന്ന് ക്യാമറയിൽ നിന്ന് തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഇവിടെ വലതുവശത്തായിട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഏറോ ബട്ടൺ അമർത്തു. ആ ഒരു ഫോട്ടോ നമ്മുടെ ടെലിഗ്രാമിൻ്റെ അകത്ത് അപ്ലോഡായിട്ട് വന്നിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇമേജിനെ നമുക്ക് ഏത് ഫോർമാറ്റിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് കുറേ ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ താഴെയായിട്ട് കാണുന്ന ഈ ഒരു ജിഫ് ഫയലിലേക്ക് ഈ ഒരു ഫോട്ടോയെ കൺവേർട്ട് ചെയ്യുകയാണ്. ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൺവേർട്ട് ആയിട്ട് വരുന്നതായിരിക്കും. ആർക്കാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതിനായിട്ട് മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഷെയർ ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിലേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവിടത്തേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കൊരു വീഡിയോ ആണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ തന്നെ ആ ഒരു ഗാലറി ഐക്കൺ അമർത്തുക. ഇനി വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുക. ടെലിഗ്രാമിലേക്ക് ആ ഒരു വീഡിയോ സെൻഡ് ചെയ്യുക. ആ വീഡിയോ കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമാറ്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫോട്ടോ കൺവേർട്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ വാട്സപ്പിലേക്കോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്കോ നിങ്ങൾക്ക് ആ ഒരു ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പരിചയമില്ലാത്ത നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ 100% സേഫ് അല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചേക്കാം മറ്റുള്ള ആപ്ലിക്കേഷനുകളൊക്കെ സേഫ് ആണോ, നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ പെർമിഷൻസ് കൊടുക്കാറുണ്ടല്ലോ. എന്നാൽ അതുപോലെയല്ല ഈ ഒരു ട്രൂ കോളർ ആപ്ലിക്കേഷൻ. കാരണം എന്താണെന്നല്ലേ, മറ്റുള്ള ആപ്ലിക്കേഷനുകളിലൊക്കെ നമ്മൾ പെർമിഷനൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ അതിന് ഫോട്ടോസും അല്ലെങ്കിൽ മറ്റു വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ പെർമിഷൻസ് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു ട്രൂ കോളർ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് വരുന്ന OTP ഈ ഒരു ട്രൂ കോളർ ആപ്ലിക്കേഷനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാങ്കിൻ്റെ അകത്ത് നമുക്ക് പേഴ്സണലായിട്ട് വരുന്ന ആ ഒരു OTP വരെ ഈ ഒരു ട്രൂ കോളർ ആപ്ലിക്കേഷൻ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറഞ്ഞത് 100% സേഫ് അല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് ട്രൂ കോളർ. എന്നാൽ ഈ ഒരു ടെലിഗ്രാം ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ട്രൂ കോളർ ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് ടെലിഗ്രാമിന് മുകളിൽ കാണുന്ന ഈ ഒരു സെർച്ച് ബട്ടൺ അമർത്തുക. അതിൻ്റെ അകത്ത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ട്രൂ കോളർ എന്ന് ഇവിടെ സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ മുകളിലായിട്ട് ഒരു ട്രൂ കോളർ ബോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബോട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത് ആ ഒരു നമ്പർ ഇവിടെ താഴെ മെസ്സേജ് എന്നുള്ള ഭാഗത്തൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു മൊബൈൽ നമ്പറിൻ്റെ കൺട്രി കോഡ് നിങ്ങൾ പ്ലസ്സിൽ തുടങ്ങിയിട്ട് വേണം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇന്ത്യൻ നമ്പർ ആണെങ്കിൽ +91 സെലക്ട് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ അടിക്കുക.
മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ സെൻഡ് ബട്ടൺ അമർത്തുക. ആദ്യമായിട്ടാണ് ട്രൂ കോളർ ഈ ഒരു ടെലിഗ്രാമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ജോയിൻ ഹിയർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവരുടെ മറ്റൊരു ചാനലിലേക്ക് നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. അതിനുശേഷം പിറകിലേക്ക് നേരത്തെ വന്നിട്ടുള്ള ആ ഒരു ബോട്ടിലേക്ക് വരിക. അതിനുശേഷമാണ് ഇവിടെ നമുക്ക് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു മൊബൈൽ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സെൻഡ് ബട്ടൺ അമർത്തുക. കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഈ ഒരു കോൺടാക്റ്റ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു പേരാണ് ഇവിടെ കാണിച്ചു തരിക. അതിനുശേഷം ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത് BSNL ഇവിടെ കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും നെയിം. അതായത് ഈ ഒരു നമ്പർ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് പേരിലാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു പേരായിരിക്കും നമുക്ക് അവിടെ വന്നിട്ടുണ്ടാവുക. ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. ചാറ്റ് ചെയ്യാനുള്ള ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനും കുറേ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് തന്നെയുണ്ട്. എന്നാൽ ഈ ഒരു ടെലിഗ്രാമിൻ്റെ അകത്ത് ചാറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നല്ലേ, അതിനു മുമ്പേ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഈ ചാറ്റിംഗ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പലരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പല അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ മാത്രം ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക. ടെലിഗ്രാം ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള ഇടതുവശത്തുള്ള 3 ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പീപ്പിൾ നിയർ ബൈ. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന അലോ ആക്സസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് അമർത്തുക. താഴെ കാണുന്ന പെർമിഷനുകളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അതായത് നമ്മുടെ പരിസരത്തുള്ള മിക്ക ആളുകളെയും നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവഴിയും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ടെലിഗ്രാമിൽ ഇനിയും ഇതുപോലെ കുറേ ഓപ്ഷനുകളുണ്ട്. ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.